ബഹുമാനികളെ, ഞാൻ ഒട്ടും നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ രാവിലെ നമ്മളെ മെമ്പറാണ് ഉസ്താദ് അടക്കമുള്ള വലിയ ഉസ്താദുമാരും സാദാത്തുക്കളും സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്ഥാനവും ബഹുമാനവും നൽകിയ ഒന്നാണ് ഇൽമ്. ആ ഇൽമ് കൊണ്ട് ശുഗലാവുക. ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ചത് അത് ഇൽമിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഇൽമ്. ഇൽമ് എല്ലാത്തിൻ്റെയും അടിത്തറയാണ്. ആ ഇൽമ് കൊണ്ട് ശുഗലാകുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന താഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി താഅത്ത്. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ താഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇൽമ് കൊണ്ട് ശുഗലാകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഫരീദ് മുസ്ലിയാർ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും ഇൽമ് കൊണ്ട് ശുഗലായി. ധാരാളം സമ്പത്ത്, ശിഷ്യ സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ആരിഫ് ഉസ്താദിനെ പോലെ ധാരാളം ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഫരീദ് ഉസ്താദ് ധാരാളം ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര്, ആ പരമ്പര അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഈ മനോഹരമായ, ഈ മുബാറക്കായ, കണ്ണുകുളിർമയാകുന്ന ഈ സദസ്സ് അത് ആരാണ് സംഘടിപ്പിച്ചത്, ആരാണ് അതിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പലതും പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാപകൻ, അതിനെ സംഘടിപ്പിച്ച, അതോടെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഇൽമ് ഒരുപാട് ശിഷ്യ പരമ്പരയിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ഇൽമ്, അദ്ദേഹം ഇവിടെ പരത്തിയിട്ടുള്ള ഇൽമ്, അതേ പ്രകാരം തന്നെ അദ്ദേഹം ഇവിടെ പരത്തിയിട്ടുള്ള ആത്മീയമായ മറ്റു വെളിച്ചങ്ങൾ, അതൊക്കെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എനിക്കും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, തിരക്ക്, ഒരു സ്ഥലത്ത് അർജന്റായിട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ വലിയ മഹാന്മാരൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരൊക്കെ ആലിമീങ്ങളാണ്, ദർസിനെ ഇൽമിനെ സ്നേഹിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ മക്കളിലും അള്ളാഹു ഈ ബർക്കത്ത് അള്ളാഹു ചെരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അവരെ ദർസിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.